സ്നേഹ ആർ നായർ, നമ്മുടെ സുരേഷ് ഗോപിയുടെ സിനിമയ്ക്ക് സെൻസർ ബോർഡിന്റെ കത്രിക വീണിരിക്കുകയാണ്. കണ്ടോ? ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന് പറഞ്ഞ് ഈ വരുന്ന 26-ാം തീയതി അല്ലേ റിലീസ് വെച്ചിട്ടുള്ളത്? 2060 if I'm not wrong, 26-ാം തീയതിയാണ് ഈ സിനിമയുടെ റിലീസ് ഡേറ്റ്. അപ്പോൾ ഈ സിനിമ ഇപ്പോൾ ഇറങ്ങാൻ പാടില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. വൈ? ബിക്കോസ് ഈ സിനിമയിലെ സെൻട്രൽ ക്യാരക്ടറായിട്ടുള്ള നമ്മുടെ പ്രേമം ഫെയിം അനുപമ ചെയ്ത ക്യാരക്ടറിന്റെ പേര് ജാനകി എന്നാണ്. ജാനകി, അവൾ നല്ലൊരു കുട്ടിയാണ്. ജാനകി അങ്ങനെയുള്ള മൂപ്പര് സംസാരിക്കുക. കുറെ പ്രൊമോഷനും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. സോ ഇതൊരു കോർട്ട് റൂം ഡ്രാമയാണെന്നുള്ളത് നമുക്ക് ഒറ്റയടിക്ക് ഇതിന്റെ ടീസറും പോസ്റ്റേഴ്സും ഒക്കെ കണ്ടാൽ നമുക്ക് മനസ്സിലാവും. എത്ര കാലത്തിന് ശേഷമാണ് ഇങ്ങനെ ഒരു വക്കീലാവുന്നത്? ചിന്താമണി വേണ്ടി ഇല്ല, ഇന്റർവ്യൂ ഇല്ല. ചിന്താമണി വേണ്ടി പിന്നെ ഇങ്ങനെ ആയിട്ടില്ലല്ലോ. 10 കൊല്ലം 15 കൊല്ലം മറ്റേ റിവെഞ്ച് റോളൊക്കെ 10-15 അല്ലേ? ചിന്താമണി വന്നിട്ട് എത്രയായി? കൊറേ എനിക്കൊരു 10-15-16 കൊല്ലമായിട്ടുണ്ടാവും. ചിന്താമണി വന്നതിന് ശേഷം പിന്നെ അങ്ങേര് ഇങ്ങനത്തെ ഒരു ത്രൂ ഔട്ട് ഒരു എന്താ പറയാ സ്വാഗുള്ള അങ്ങേരുടെ അത്ര എന്താ പറയാ പോലീസ് വേഷവും അതേപോലെ നമ്മുടെ വക്കീലൊക്കെ ആകുമ്പോൾ ഒരു പ്രത്യേക സ്വാഗാണ് മനുഷ്യന്. പൊളിറ്റിക്സ് മാറ്റി വെച്ചോ, അങ്ങേരെ ആക്ടർ അല്ലേ, പൊളിയാണ്. അതൊരു കോർട്ട് റൂം ഡ്രാമയില് ഇങ്ങനെ തകർക്കും. അപ്പൊ അങ്ങനെ ഒരു സിറ്റുവേഷൻ നമ്മളിങ്ങനെ എൻജോയ് ചെയ്യാൻ വേണ്ടി പടം എപ്പോഴും ഇറങ്ങും എന്നൊക്കെ ഇങ്ങനെ വിചാരിച്ചിരുന്നപ്പോഴാണ് ഇങ്ങനെ ഒരു വെട്ടുവീണ്ടുള്ളത്. അപ്പോ നമുക്കറിയാം ഇവിടുത്തെ സർക്കാരിന്റെ ഒരു അവസ്ഥ. സ്റ്റേറ്റ് ഓഫ് കേരള എല്ലാ പണിയും വന്ന ഇവിടെ. അതാണ് ഇവിടുത്തെ മെയിൻ സീൻ. ഇതിന്റെ തുടക്കത്തിൽ എല്ലാവരും വിചാരിച്ചത് ഇത് പണി വെച്ചത് കേരള സർക്കാരാണ്. പക്ഷെ കേരളത്തിലെ സെൻസർ ബോർഡിന്റെ അംഗങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, വിഷയമല്ല എന്ന് പറഞ്ഞിട്ട് ഈ സാധനം ഫോർവേഡ് ചെയ്തിട്ടുണ്ട്. മുംബൈയിലാണ് ഇതിന് വെട്ടുകണ്ടുള്ളത്. മുംബൈയിലിരിക്കുന്ന കുറച്ച് ചാണക കൂട്ടന്മാർക്ക് ഇത് പറ്റുന്നില്ല. മനസ്സിലായോ? ഗവൺമെന്റിനെ കംപ്ലീറ്റ്ലി പറയാൻ പറ്റില്ലെങ്കിലും ചില ഉദ്യോഗസ്ഥരുണ്ട്, ഞങ്ങൾ ജാനകി സീതാദേവിയുടെ പേര് വന്ന ആ ഒരു സിനിമയെ ഞങ്ങൾ എന്ത് ചെയ്തു, വെട്ടി മാറ്റി എന്നൊക്കെ പറഞ്ഞിട്ട് മുകളിലോട്ട് ഒരു റിപ്പോർട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് താല്പര്യമുള്ള കാര്യങ്ങൾ നടത്തിയെടുക്കാൻ പറ്റൂലോ. അത് ഉദ്യോഗസ്ഥ ലെവലിൽ നടക്കുന്ന സംഘിവൽക്കരണം, അതാണ് സംഗതി. നമുക്ക് ആ ന്യൂസ് ഒന്ന് കാണാം. സിനിമയുടെ പേരിലാണ് സെൻസർ ബോർഡ് ഉടക്കിയതെന്നതാണ് നമുക്ക് നിലവിൽ ലഭിക്കുന്ന വിവരം. അതായത് ജാനകി എന്ന് പറയപ്പെടുന്ന പേര് മാറ്റണമെന്നാണ് സെൻസർ ബോർഡ് നിർമ്മാതാക്കൾക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം. ആ കഥാപാത്രത്തിന്റെ പേരും ജാനകി എന്നാണ്. ആ പേരും കഥാപാത്രത്തിന്റെ പേരും മാറ്റണം എന്നുള്ളൊരു ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട്. ഇതോടുകൂടി നിർമ്മാതാക്കൾ അവരുടെ നിലപാട് കടുപ്പിച്ചു. അങ്ങനെ ആ സിനിമയുടെ പേര് മാറ്റാൻ കഴിയില്ല എന്ന് നിലപാടെടുത്തതോടുകൂടിയാണ് ഇതിന്റെ റിലീസ് അനിശ്ചിതത്വത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിച്ചേർന്നിരിക്കുന്നത്. ഇതിനോടകം തന്നെ ഈ സിനിമയുടെ സംവിധായകനായിട്ടുള്ള പ്രവീൺ നാരായണൻ അദ്ദേഹം സോഷ്യൽ ബുക്കിൽ സമൂഹ മാധ്യമങ്ങളിൽ ഫേസ്ബുക്കിലടക്കം ഒരു പോസ്റ്റ് ഇപ്പോൾ ഇതിനോടകം തന്നെ ഇട്ടിട്ടുണ്ട്. ഫേസ്ബുക്ക് പോസ്റ്റിൽ അദ്ദേഹം പറയുന്നത് സിനിമയുടെ റിലീസ് അത് അനിശ്ചിതാവസ്ഥയിലായി എന്നുള്ളതാണ്. സ്വാഭാവികമായും വലിയ പ്രതീക്ഷയോടെ പുറത്തിറങ്ങാൻ കാത്തിരുന്ന ഒരു സിനിമയാണ്. ആ സിനിമയാണ് ഈ രീതിയിൽ ഇപ്പോൾ നിന്നു പോകുന്ന ഒരു സാഹചര്യത്തിലേക്ക്, അതല്ലെങ്കിൽ അതിന്റെ പ്രദർശനാനുമതി സെൻസർ ബോർഡ് നിഷേധിക്കുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നത്. ചിത്രത്തിന്റെ നിർമ്മാതാവ് ജെ ഫനീന്ദ്രകുമാറാണ്. മാത്രമല്ല ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ പ്രത്യേകത സുരേഷ് ഗോപിയുടെ പുറത്തിറങ്ങാനിരിക്കുന്ന ഒരു മാസ് പ്ലേ ആയിരിക്കും ചിത്രമെന്ന ഇതിനോടകം തന്നെ വലിയ ശ്രദ്ധയും ചർച്ചയും ഒക്കെ ഉണ്ടായ ഒരു സിനിമ. മാത്രമല്ല ഈ ചിന്താമണി കൊലക്കേസ്, വർഷങ്ങൾക്ക് മുമ്പ് ഇറങ്ങിയ ചിന്താമണി കൊലക്കേസുമായിട്ടുള്ള പല കമ്പാരിസൺ ഇതിനോടകം തന്നെ സിനിമയുമായി ബന്ധപ്പെട്ട് നടക്കുകയും ഒരു കേന്ദ്രമന്ത്രി കൂടിയാണ് ആര്, സുരേഷ് ഗോപി. ആൻഡ് ഈ ഒരു സർക്കാരിന്റെ കേന്ദ്ര സർക്കാരിന്റെ ഭാഗമായി അവരുടെ പാർട്ടിയുടെ ഭാഗമായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തി കൂടിയാണ്. അയാൾക്ക് തന്നെ ഈ ഗതി എന്നുണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്ക്. സുരേഷ് ഗോപിക്ക് സിനിമയിൽ അഭിനയിക്കാൻ പാടില്ല എന്തോ അല്ല, അതുണ്ടായിരുന്നു, ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അല്ല പിന്നെ അത് ഓക്കെ ആണെന്ന് തോന്നുന്നു എനിക്ക്. ഈ കേന്ദ്രമന്ത്രിയായിട്ടിരിക്കുന്ന സമയത്ത് കുറച്ച് റെസ്ട്രിക്ഷൻസ് ഒക്കെ ആദ്യം അമിത്ഷാ പറഞ്ഞിട്ടുണ്ടായെന്നൊക്കെയാണ് നമ്മൾ ന്യൂസിൽ അറിഞ്ഞത്. പിന്നെ കമ്മിറ്റ് ചെയ്ത സാധനങ്ങൾ എന്താണെങ്കിലും തീർക്കുമല്ലോ. കമ്പാരിസൺ ചിന്താമണി കൊലക്കേസ്. അപ്പൊ ഇതിന്റെ ഒരു ട്രെയിലർ കാണുമ്പോൾ നല്ല രസമുണ്ട്. ചിലപ്പോൾ നിൽക്കുവാണോ ഇപ്പൊ എന്താ പറയാ, ഇപ്പൊ സാധാരണ സോഷ്യൽ മീഡിയ വഴി ചാനലുകളോ പേജുകളോ നടത്തുന്നതിനേക്കാൾ പ്രൊമോഷൻ ഒരു സിനിമയ്ക്ക് സംഘികളും സെൻസർ ബോർഡും കൊടുക്കുന്നുണ്ട്. മേ ബി അതുമായിരിക്കും, പറയാൻ പറ്റില്ല. കാരണം ഇങ്ങനത്തെ ഒരു സാധനം ഇപ്പൊ ഡിസ്കഷനിൽ വന്നതുകൊണ്ട് സംഗതി നോർമലി സുരേഷ് ഗോപിയുടെ പടങ്ങൾ വരുമ്പോൾ സിനിമ ഇഷ്ടപ്പെടുന്നവരും സിനിമ കാണാൻ ഈ FDFS പോപ്കോൺ വ്യൂവേഴ്സ് ആയിട്ടുള്ള ആളുകളൊക്കെ കുറച്ച് കട്ടക്ക് നിൽക്കും. പിന്നെ വരുന്ന റെസ്പോൺസ് അനുസരിച്ചിട്ടായിരിക്കും ബാക്കിയുള്ളവർ തിയേറ്ററിൽ കയറുന്നത്. ഇതിപ്പോ
അതല്ലാതെ തന്നെ ആളുകളിലേക്ക് എന്തായി, ഓ സുരേഷ് ഗോപിയുടെ മറ്റേ സിനിമയ്ക്ക് എന്തോ ബാൻ കിട്ടി, മനസ്സിലായി, ആ സാധനം ഡിസ്കസ് ചെയ്തുല്ലോ. അതും അത് ഇങ്ങനെ ഏത് ഈ വർഗീയത എലമെന്റ് കൊണ്ടുവന്ന് ചെയ്യുന്ന സമയത്ത് ഒന്നും വേണ്ട, താന്ന് വീണ് കടന്നിരുന്ന എമ്പുരാൻ വരെ വിഷയം പറഞ്ഞു പൊങ്ങി. അപ്പൊ അങ്ങനത്തെ ഒക്കെ സീൻ വന്ന സമയത്ത് ഉള്ള എൻ്റെ ഒരു ഡൗട്ടാണ്. ഇപ്പൊ ഏറ്റവും കൂടുതൽ CBFC ആണ് എന്ത് ചെയ്യുന്നത്, ഒരു മൊത്തത്തിൽ എല്ലാവർക്കും ഈ ഒരു പ്രൊമോഷൻ മൈലേജ് കൊടുക്കുന്നത്. ഇനി ഇതിനെക്കുറിച്ച് ബി ഉണ്ണികൃഷ്ണൻ പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട്. ഈ JSK സിനിമയുടെ സംവിധായകൻ പ്രവീൺ നാരായണനുമായിട്ട് സംസാരിച്ചു. ഏറ്റവും അതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതി, CBFC സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷനിൽ നിന്ന് രേഖാമൂലം അവർക്ക് ഇതുവരെ ഒരു അറിയിപ്പും കിട്ടിയിട്ടില്ല, ഷോക്കോസ് നോട്ടീസ് കിട്ടിയിട്ടില്ല. ഷോക്കോസ് നോട്ടീസ് നാളെ കിട്ടുമെന്നാണ് അവർ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ വെർബലി അവരോട് വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്, ടൈറ്റിലിൽ നിന്ന് മാത്രമല്ല ആ കഥാപാത്രത്തിൻ്റെ പേരും ജാനകി എന്ന പേര് ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു അതിക്രമത്തിന് ഇരയാകുന്ന ഒരു പെൺകുട്ടി, ആ പെൺകുട്ടി സ്റ്റേറ്റിനെതിരെ നടത്തുന്ന നിയമ പോരാട്ടമാണ് ആ സിനിമയുടെ ഇതിവൃത്തം. അപ്പോൾ അത്തരത്തിലുള്ള ഒരു അതിക്രമത്തിന് ഇരയാകുന്ന പെൺകുട്ടിക്ക് സീതാദേവിയുടെ പേര് ഇടാൻ പാടില്ല എന്നാണ് പറയുന്നത്. ശരി, സീതാദേവി തന്നെ ഇതിഹാസങ്ങളിൽ അതിക്രമത്തോട് അതിക്രമമായിരുന്നു സീതാദേവി. ഈ പറഞ്ഞ പുണ്യപുരുഷൻ ശ്രീരാമൻ തന്നെ വലിയ അതിക്രമം ഈ സീതാദേവിയോട് കാണിച്ചിട്ടുണ്ട്. അതിലും വലിയ പ്രശ്നമൊന്നുമില്ലല്ലോ. പതിവ്രതയായ സീതാദേവിയെ ലങ്കയിൽ നിന്ന് കൊണ്ടുവന്നതിന് ശേഷം സംശയിച്ചവനാണ് ഈ ശ്രീരാമൻ. എങ്ങനെ ഇരിക്കുന്നു? എന്നിട്ട് അത് അത്രയും വലിയ അതിക്രമമൊന്നും നാട്ടിൽ ഒരു സിനിമ എടുത്തിട്ട് ആരും കാണിച്ചു കൂട്ടാനൊന്നും പോണില്ലല്ലോ. പിന്നെ എന്തിനാ സംഖ്യകളെ നിങ്ങൾക്ക് ഇത്രത്തോളം കരച്ച്? കഷ്ടം. നിന്റെ പേര് സായി കൃഷ്ണൻ എന്നാണ്. സായി വോട്ട വിടായിട്ട് കൃഷ്ണൻ എന്ന് പറയുന്നത് നിങ്ങൾ ദൈവമായിട്ട് കൊണ്ടു നടക്കുന്ന. നാളെ എൻ്റെ ഒരു ഗതികേടോ, ഞാനും ദയ്യ, എനിക്ക് ജീവിക്കണ്ടേ? എൻ്റെ അമ്മേനോട് ഇനി വീട്ടിൽ കണ്ണാന്ന് വിളിക്കരുത് പറയണം. അതും ദൈവമാണ്. പെട്ടുപോലും ഇപ്പോൾ അതുള്ളത് കൊണ്ട് അങ്ങനെ വിളിച്ചാൽ എനിക്ക് കുഴപ്പമില്ലടി. അല്ല പിന്നെ ഉദ്ദേശിച്ചത് തന്നെയാണ്. അതെ, ഉദ്ദേശിച്ചത് തന്നെയാണ്. പക്ഷെ സാമാനിന്റെ കയ്യിലുള്ളതുകൊണ്ട് കുഴപ്പമില്ല. അല്ല പിന്നെ സംഗീസ് ഈ ചോദിട്ട് ഇത്രയെങ്കിലും പറഞ്ഞേക്ക് സമാധാനമില്ല. നോക്കണേ, ഒരു ദൈവത്തിന്റെ സിമിലാരിറ്റി ഉള്ള ഒരു പേര് വന്നതുകൊണ്ട് ഒരു സിനിമയില് ഒരു സെൻട്രൽ ക്യാരക്ടറിന് ആ പേര് ഉപയോഗിക്കാൻ പാടില്ല എന്നൊക്കെ തിട്ടൂര മറക്കാൻ ആരടാ നിങ്ങള്? ആരാ നിങ്ങള്? എനിക്ക് തോന്നുന്നറിയോ, ഹിന്ദി നാട്ടില് കൂടുതൽ ജാനകി എന്നുള്ളത് ഭയങ്കര ഫേമസ് പേരാണ്. സീതേന്റെ പോയി അത് ഞാൻ പറയാ. അതുകൊണ്ടാ ഇതേ ഹിന്ദി നാട്ടില്, ഇതേ നോർത്ത് ബെൽറ്റില്, സംഘി ബെൽറ്റില് ഇതേ പേരുള്ള എത്രയോ പേര് പീഡനങ്ങൾക്ക് ഇരയായിട്ടില്ലേ പെൺകുട്ടികള്? ഇല്ലേ? ഇല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെന്റ് ഇറക്കട്ടെ, ലോ ഇറക്കട്ടെ, ദൈവത്തിന്റെ പേരിലുള്ള പെൺകുട്ടികൾക്കൊന്നും ഒരു തരത്തിലും ഇവിടെ ഒരു അതിക്രമവും നടത്താൻ പാടില്ല, നടത്തുന്നവരെ പിടിച്ച് അപ്പാകത്തിടുന്നുള്ള ഒരു നിയമം ഇറക്കട്ടെ. അങ്ങനെ ഇറങ്ങിയിട്ടൊന്നുമില്ലല്ലോ. ഇവിടെ ബാറിന് വരെ ശ്രീലക്ഷ്മി മഹാബാർ ബാറിന് പേരില്ല, ഇല്ലേ? ലിക്കർ ഷോപ്പ്, ഓം നമശിവായ ലിക്കർ ഷോപ്പ്. അങ്ങനെയൊന്നുമില്ല. ആനക്ക് ബാംഗ്ലൂര് ഞാൻ കാണിച്ചു തരണോ? ആനക്ക് ഞാൻ കാണിച്ചു തന്നെ കലാസി പാളയത്ത് ഓം നമശിവായ. എന്റെ പൊന്നു മോളെ, എത്രയോ ഉണ്ടടി. ഈ എന്താ പറയുന്നത്? ഇവിടെ കള്ളനും കൊന്നവനും പീഡകനും പിടിച്ചുപറിക്കാരനുമായിട്ടുള്ള എല്ലാവർക്കും ദൈവങ്ങളുടെ പേരല്ലേ. അത് ഹിന്ദു ആണെങ്കിലും മുസ്ലിം ആണെങ്കിലും ക്രിസ്ത്യൻ ആണെങ്കിലും, ഇല്ലേ? എന്നാ പിന്നെ ഇന്ത്യ മഹാരാജ്യത്ത് ഒരു നിയമം കൊണ്ടുവരട്ടെ, ഇനി ജനിക്കുന്ന ഒരു കുട്ടികൾക്കും ദൈവങ്ങളെ പേര് വെക്കാൻ പാടില്ല. ഹിന്ദുക്കളൊക്കെയാണെങ്കിൽ പെട്ടുപോയി. 30 കോടി ദൈവങ്ങളും ഉണ്ട്. ഇതിനൊക്കെ ഒരു കുറെ പേരും ഉണ്ട്, പര്യായങ്ങളും ഉണ്ട്, കുറെ എണ്ണുണ്ട്. പിന്നെ കുട്ടികൾക്ക് ABCD മാത്രം പേരിട്ട് പോകേണ്ട അവസ്ഥയാണ് നാട്ടില്. ഒരു സിനിമയിലെ പേര് പോലും കണ്ടുകൂടാ സഹിച്ചൂടാന്നാണെന്നുണ്ടെങ്കിൽ പൊന്നാര സംഖ്യകളെ എന്താ നിങ്ങളെ കഥ? അതിനോട് ഞാൻ യോജിക്കില്ല. പിന്നെന്താ അറിയോ, CBFC സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷന്റെ കുറെ ക്രൈറ്റീരിയാസ് ഉണ്ട്. ആ ക്രൈറ്റീരിയാസിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് തന്നെയാണ് ഇവരൊരു സിനിമ എന്ത് ചെയ്യുന്നത്, ഫോം ചെയ്തെടുക്കുന്നത്. അപ്പൊ അങ്ങനെ ഫോം ചെയ്തെടുക്കുന്ന സമയത്ത് അതിനകത്ത് എന്തൊക്കെ പ്രശ്നങ്ങൾ വരാതിരിക്കാം എന്നുള്ള കാര്യങ്ങൾ കണ്ടറിഞ്ഞിട്ടാണല്ലോ ഒരു സിനിമയുടെ പ്രപ്പോസൽ, ഒരു സ്ക്രിപ്റ്റിംഗ് അടക്കമുള്ള കാര്യങ്ങൾ തുടങ്ങുന്നതും അത് എക്സിക്യൂട്ട് ചെയ്യുന്നതും. പിന്നെ ഇവിടെ കേരളത്തിൽ സെൻസർ ബോർഡിന്റെ ആളുകൾ കണ്ടിട്ടൊരു പ്രശ്നവും ഇല്ലാത്തൊരു സാധനത്തിന് ഈ മുംബൈ ലോബിക്ക് മാത്രം ഇത്രത്തോളം കച്ചറ എന്ന് പറയുമ്പോൾ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എല്ലായിടത്തും സംഖ്യവൽക്കരണം. അല്ല, അത് സുരേഷ് ഗോപിനെ കണ്ടിട്ട് അവർക്കൊരു ഇളവ് കൊടുത്തില്ല. സുരേഷ് ഗോപിയുടെ ഒരിക്കൽ
അവർക്ക് പ്രീതിപ്പെടുത്തേണ്ടത് ആരെയാ? അമിത്ഷാ, മോഡി, അങ്ങനെ കിടക്കില്ല. അവർക്ക് എന്ത് സുരേഷ് ഗോപി ഒന്നും അവർക്കൊരു വിഷയമില്ല. ഇനി MP പത്മകുമാർ ഫേസ്ബുക്കിലൊക്കെ മോട്ടിവേഷൻ വീഡിയോസ് ഒക്കെ ഇങ്ങനെ കണ്ടിട്ടുണ്ട്. സിനിമ നടനായിരുന്നു. പക്ഷെ ഞാനിങ്ങനെ മോട്ടിവേഷൻ വീഡിയോ ഒക്കെ ഇങ്ങനെ കാണലുണ്ട്. മഹാ ക്രിഞ്ചാണ്. എനിക്ക് താല്പര്യമില്ല, അത് വേറെ കാര്യം. കാരണം അങ്ങനെ ക്രിഞ്ച് അടിക്കുന്ന സാധനങ്ങളാണ് അങ്ങനെ പറയല്. കുറേ പേർക്കൊക്കെ ഇഷ്ടമാണ്. എനിക്കെന്തോ ഭയങ്കര ഓവർ ക്രിഞ്ചിനെസ് ആണ് ഇങ്ങനെയുടെ സാധനത്ത് തോന്നിയിട്ടുള്ളത്. ഇപ്പോൾ ഈ അടുത്ത കാലത്ത് മകനെ വിളിച്ചിട്ട് ബർത്ത്ഡേക്ക് വിഷ് ചെയ്തപ്പോൾ മുപ്പര് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഞാൻ നിനക്ക് വേണ്ടി ഒരു കല്യാണം ആലോചിക്കട്ടെ, നിന്റെ പെർമിഷൻ ഉണ്ടെങ്കിലേ ചെയ്യൂ എന്നൊക്കെ. അങ്ങനത്തെ ഒരു അച്ഛനാണ്. അതായത് അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് അങ്ങനെ. അത് ഇഷ്ടപ്പെടുന്നവരുണ്ട്, എനിക്ക് പേഴ്സണലി ഇഷ്ടമല്ലാതാണ്. ഇപ്പൊ MP പത്മകുമാർ എന്ന് പറഞ്ഞ വ്യക്തി, അദ്ദേഹത്തിന്റെ ഒരു സിനിമ ആ സിനിമയ്ക്കും കത്രിക വേണ്ടിട്ടുണ്ട്, ടോക്കൺ നമ്പർ എന്ന് പറഞ്ഞിട്ട്. അതിലും സെൻട്രൽ ക്യാരക്ടറായ ലേഡിയുടെ പേര് ജാനകി എന്നാണ്. ആ ക്യാരക്ടർ മാറ്റാൻ പറഞ്ഞിട്ട് അങ്ങേരും ഫേസ്ബുക്കിൽ കുറെ പോസ്റ്റും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ആൻഡ് ദ ഐറണി ഈസ് MP പത്മകുമാർ എന്ന് പറഞ്ഞ വ്യക്തി കഴിഞ്ഞ കേരളത്തിലെ സെൻസർ ബോർഡിൽ ഒരു അംഗമായിരുന്നു. നമ്മളെ എമ്പുരാൻ ഇറങ്ങുന്നതിന് മുമ്പാണ് ഇങ്ങേര് സെൻസർ ബോർഡിൽ നിന്ന് ഇറങ്ങിയത്. മനസ്സിലായി? അപ്പൊ സെൻസർ ബോർഡിൽ അംഗമായിരുന്ന ഒരു വ്യക്തിയാണ് ഇദ്ദേഹം. ഇപ്പൊ കേന്ദ്രമന്ത്രിയോട് സെൻസർ ബോർഡിൽ അംഗമായിട്ടുള്ള ഒരു വ്യക്തിക്ക് വരെ അയാളെ സ്വന്തം സിനിമ കൊണ്ടുപോയപ്പോ ജാനകി എന്നുള്ള പേരായപ്പോഴത്തേക്ക് വെട്ടി കിട്ടി എന്നാണ് പറയുന്നത്. ഇതിനെക്കുറിച്ച് അങ്ങനെ സംസാരിക്കുന്നുണ്ട്. ഇതൊക്കെ പറഞ്ഞു വരുന്നത്. അപ്പോൾ ഈ ചെയർമാൻ അപ്രൂവ് ചെയ്യണം. ഈ ചെയർമാൻ എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ചെയർമാൻ അറിയിക്കേണ്ടത് ഒഫീഷ്യൽ ചാനലിലാണ്. അവർക്ക് ആ സിനിമ ഒന്നുകൂടെ കാണണമെങ്കിൽ ഒഫീഷ്യൽ ചാനലിൽ അവർക്ക് ആ സിനിമ ഇവിടെ നിന്ന് ഓൾറെഡി നമ്മൾ ഡിസ്ക് കൊടുത്തിട്ടുണ്ട്, അത് എടുക്കാം. അല്ലെങ്കിൽ ചെയർമാൻ ഇവിടെ വരാം, അല്ലെങ്കിൽ റിവൈസ് കമ്മിറ്റിക്ക് ഇടാം. ഇതൊന്നും ചെയ്യാതെ അദ്ദേഹത്തിൻ്റെ, അല്ലെങ്കിൽ അദ്ദേഹമാണോ എന്നറിയില്ല, അദ്ദേഹവുമായി ബന്ധപ്പെട്ട ആരുടെയെങ്കിലും ഒക്കെ ഈ സങ്കുചിത മനോഭാവം ഉണ്ടല്ലോ, ജാനകി സീതയാണ് അല്ലെങ്കിൽ ഏബ്രഹാം ക്രിസ്ത്യനാണ്, അതുകൊണ്ട് ഇവർ തമ്മിലുള്ള റിലേഷൻഷിപ്പ് പാടില്ല എന്നൊക്കെ ചിന്തിക്കുന്ന ആ ഒരു സങ്കുചിത ചിന്തയിൽ അൺഒഫീഷ്യലി എന്നോട് അറിയിച്ചു ഇത് പെരുമാറ്റണമെന്ന്. ഇതൊരിക്കലും ഗവൺമെൻറ് അറിഞ്ഞു കാണില്ല. ഗവൺമെൻറ്റിന് അങ്ങനെ അജണ്ട ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് അവർക്ക് റിവൈസ് കമ്മിറ്റിയിലിടാം സിനിമ. അവർ തീരുമാനിക്കട്ടെ. ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ, റിവൈസ് കമ്മിറ്റിയുടെ ആൾക്കാരുണ്ട്, മെമ്പേഴ്സ് ഉണ്ട്, അവർ കാണട്ടെ. അതിനുപോലും അനുവദിക്കാതെ ഈ ബ്യൂറോക്രാറ്റ്സുകളുടെ ഒരു ചിന്തയാണത്. ഞാനിങ്ങനെ ചെയ്താൽ കേന്ദ്ര സർക്കാരിനോട് എൻ്റെ ഒരു വിധേയത്വം അല്ലെങ്കിൽ എൻ്റെ ഒരു കഴിവ്, ഞാൻ കണ്ടില്ലേ ജാനകി എന്ന പേരുള്ള സിനിമ വന്നപ്പോൾ ഞാൻ അതിനെ ഒഴിവാക്കാൻ ശ്രമിച്ചത് എൻ്റെ ഒരു കഴിവാണെന്ന് കാണിക്കാനുള്ള സംഭവമായിരിക്കും. നമ്മളായാലും അങ്ങനെയാണല്ലോ, മേളിലിരിക്കുന്ന ആടെ യജമാനെ ഏത് രീതിയിലും തൃപ്തിപ്പെടാത്താൻ വേണ്ടി നമ്മൾ എന്തെല്ലാം കാര്യം കാണിക്കും. അതായിരിക്കും സംഭവിച്ചത്. പറഞ്ഞതാണ് അതിന്റെ പോയിന്റ്. അത് മാത്രല്ല, ഇങ്ങനോട് ഈ ജാനകി എബ്രഹാം എന്നാണ് ഓപ്പോസിറ്റ് ഉള്ള ആളുടെ അടുത്ത ക്യാരക്ടറിന്റെ പേര്, അത് മാറ്റിയിട്ട് വേറൊരു ജാതിയിൽപ്പെട്ട ആളുടെ പേര് കൊണ്ടുവന്നിട്ട് ആ സാധനം പറയുമ്പോൾ അതായത് ഒരു വർഗീയ എലമെന്റ് അതിലേക്ക് കൂട്ടി കുഴയ്ക്കാനും കൂടി, ഇതൊക്കെ എന്താണെന്നറിയോ ഒഫീഷ്യൽ വേലല്ല കൺവേ ചെയ്യുന്നത്. വാട്സാപ്പ് കോളും ഒരു ത്രെറ്റനിങ് വരും. ഇപ്പൊ എമ്പുരാൻ ഉണ്ടായ സമയത്ത് നമ്മൾ കണ്ടതാണ്. സെൻസർ ബോർഡ് അവരോട് പറഞ്ഞിട്ടില്ല, പക്ഷെ അവര് വെട്ടി. മനസ്സിലായോ? സെൻസർ ബോർഡ് പറയുന്നില്ല. സെൻസർ ബോർഡ് ശരിക്കും സിനിമയുടെ നല്ലതിനാണോ മോശത്തിനാണോ ഇപ്പൊ അറിയാൻ പാടില്ല. ശരിക്കും ഇങ്ങനത്തേക്കാളും കൂടുതൽ വേറെ പലതുമാണ് കട്ട് ചെയ്യേണ്ടത്. അതായത് ഇങ്ങനത്തെ പേരിന് പകരം അങ്ങനത്തെ സീനുകളോ അല്ല. ഞാനൊരു കാര്യം പറയട്ടെ, സെൻസർഷിപ്പ് എന്ന് പറഞ്ഞ സാധനം വളരെ അതിന്റെ ലെവല് കുറയ്ക്കണം എന്നുള്ള ഒരു താല്പര്യമുള്ള ഒരാളാണ്. മനസ്സിലായോ? ഇത്രത്തോളം എന്താ പ്രോ മാക്സ് ലെവലിൽ സെൻസർ ചെയ്യേണ്ട ആവശ്യമൊന്നും അല്ല. ഞാൻ എന്റെ ബേസിൽ പറയുമ്പോ ഈ വയലൻസ് ഒക്കെ അത്രയും എക്സ്ട്രീം ലെവലിൽ കാണിക്കുന്നത് കട്ട് ചെയ്ത് വയലൻസ് കാണിച്ചെന്താ കുഴപ്പം? അതാണ് നമുക്ക് പറ്റാത്തവരൊക്കെ ഉണ്ടല്ലോ. എനിക്ക് കുഴപ്പമൊന്നുമില്ല വയലൻസ് കാണിച്ചു വെച്ചിട്ട്, അത് ഓരോരുത്തരുടെ ടേസ്റ്റ്. അതൊക്കെയാണ് കട്ട് ചെയ്ത് കളയണമെങ്കിൽ രസം വെക്കാറുണ്ട്. ഇതിപ്പോ ജാനകി എന്നുള്ള പേര് വിഷയക്ക് എന്നാള് രാവണപ്രഭു എന്ന് ഇറങ്ങാതെ നന്നായി. ആകെ പ്രശ്നം രാവണനും ജാനകി ആ ഡയലോഗ് കേട്ടിട്ടില്ലേ? ഒരു രാമനും നിന്നെ വിട്ടുകൊടുക്കില്ല എന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞ മക്കളെ ലാലേട്ടന്റെ അഭിനയം അന്ന് കയറി. ആ പ്രശ്നമല്ലേ ഇനി രാവണപ്രഭു റിലീസ് ചെയ്യാനുള്ള ഒരു പ്ലാനറ്റ് ജാനകി എന്നുള്ള പേര് മാറ്റിയിട്ട് സെൻട്രൽ ഗവൺമെന്റ് പറയും ജാനറ്റ്. ഇവളെ പേര് ജാനറ്റ് അല്ല. പിന്നെ ഇവർക്ക് പേര് മാറ്റം എന്താ? പിന്നെ ആ ക്യാരക്ടറിന്റെ പേര് വിളിക്കുന്നൊക്കെ മാറ്റണ്ടേ, ലിപ്സിംഗ് മാറ്റി ഡബ് ചെയ്ത് മാറ്റണം, എല്ലാം മാറ്റണം, സർവത്ര സാധനങ്ങളും മാറ്റണം. ഇത് ജാനകി എന്നുള്ളത് മാറ്റിയിട്ട് ജെ കുത്ത് അനകി എന്നാക്കാൻ പറ്റും. മനസ്സിലായോ? അപ്പൊ ഒരാൾ അണ്ണാക്ക് കൊടുത്ത മാതിരിയാവും. ജെ കുത്ത് അണ്ണക്കി. നല്ലത് ഒരു ഊള സെൻസർ ബോർഡും അതിന്റെ വേറെ ഊളാളും നോർത്ത് ഇന്ത്യൻസ് ആയിട്ടും കൂടുതൽ. പിന്നെ കുറെ ഇതേപോലെ ദൈവത്തിന്റെ പേരും പറഞ്ഞ് പലരെയും പ്രീതിപ്പെടുത്താൻ നടക്കുന്ന കുറെ ലിംഗേശ്വരന്മാരും. എന്ത് നാടയുടെ ഇത് എനിക്ക് അറിയാൻ പാടില്ല. ഒരു ഷെഡീനെ പറയുന്നു കുറെ കാലം പ്രശ്നം. ദീപിക പതുക്കൊണ്ട് ഷെഡീനെ അതൊന്നും ചെയ്തില്ല, കട്ട് ചെയ്യാതെ സുഖമായിട്ട് ഇറക്കുകയും ചെയ്തു. പിന്നെ ദീപിക പതുക്കൊണ്ട് ഷെഡിക്ക് പ്രശ്നം, ഇപ്പുറത്ത് മോഹൻലാലിന്റെ പൃഥ്വിരാജിന്റെ സിനിമയ്ക്ക് പ്രശ്നം, ഇപ്പൊ ജാനകിക്ക് പ്രശ്നം. ഈ ഏതോ ബംഗാളി ഒരു ഡയറക്ടറിന്റെ സിനിമയ്ക്ക് ഇതേപോലെ വെട്ടിയിട്ടുണ്ട് ഇത്ര പേര്.
അത് വേറെ പേര് എന്തോ പ്രശ്നം പറഞ്ഞ് വെട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞു. ഈ രാമായണം വെട്ടുമോ നാളെ? ഇല്ല. സീതാദേവിയോട് മോശം ചെയ്തതല്ലേ, രാവണനെ വെട്ടിക്കളയണം. ഇല്ല, അങ്ങനെയൊക്കെ നോക്കുമ്പോ ആദിപുരുഷൊക്കെ എന്നെ വെട്ടിക്കളേണ്ടത് എന്മാതിരി ഇതുണ്ടാക്കി കാട്ടപരാധ്. അതൊന്നും അവർക്കൊരു കുഴപ്പമില്ല, അതൊക്കെയാണ് കട്ട് ചെയ്ത് കളയേണ്ടത്. അത്രയും കോമഡി വൽക്കരിച്ച സിനിമ. സത്യം, ശ്രീരാമൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലെജൻഡറി ക്യാരക്ടറിനെ അതെ, കൊണ്ടുപോയിട്ട് ശ്രീരാമനെയും മറ്റേ രാവണനെയും മറ്റേ എല്ലാവരും ഇങ്ങോട്ട് രാവണനൊക്കെ എന്ത് അതൊന്നും ആരും കണ്ടില്ല. കട്ട് ചെയ്ത് കളയാൻ വേണ്ടി ആ സിനിമ തന്നെ ശരിക്കും എടുക്കാൻ പാടില്ലായിരുന്നു. അത്രയും കോടി മുടക്കിട്ട് മറ്റേ കോമാളി സിനിമ ഉണ്ടാക്കി. സംഖ്യ പറയുമ്പോ നിങ്ങൾ കേൾക്കണം, വിഷമത്തിലാണ് സംഖ്യ പറയുന്നത്, മനസ്സിലായോ? ഞാൻ സംഖ്യ ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല. ഈ മങ്കിയാണോ? അത് സംശയമില്ല. എനിക്ക് നല്ല സംശയമുണ്ട് മങ്കിയാണോ എന്നുള്ളത്. ആരാ ഇന്നോ? ആ അങ്ങനുണ്ട് ഉണ്ട്. ഉണ്ടായിരുന്നു. നമ്മളൊക്കെ മങ്കിയാണ്. ഞാൻ മങ്കിയൊന്നല്ല, എന്ത് എന്റെ പേര് സ്നേഹ എന്നാണ്. എന്റെ പേര് അല്ല, സ്നേഹാറിനായത്. സംഗിണി പുറത്തു വന്നു. ജയ് ശ്രീറാം സംഗിണി. സംഖ്യകളാണ് നായര് പേര് ചേർക്ക. അല്ല, ഞാൻ കണ്ടിട്ടുള്ള അങ്ങനെയാണ്. ഞാൻ ഈ ജയ് ശ്രീറാം പറഞ്ഞ നോട്ട എന്റെ പവർ ശ്രീരാം ആണോ? പവറുണ്ട്, പവറുണ്ട്. ജയ് ശ്രീരാം, ഓം നമ ശിവായ എന്താന്ന് പറഞ്ഞു. ജയ് ഹനുമാൻ, ജയ് ഹനുമാൻ. പിന്നെ ഇത് ഞാൻ പറയും അല്ലാഹു ശുക്ലാംബലധരം വിഷ്ണു അല്ലാഹു അക്ബർ ഞാൻ പറയൂ. പിന്നെ മറ്റേ യേശോ മിശിഹായ്ക്ക് അല്ല ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ ഞാൻ എല്ലാം പറയും. എല്ലാം കൂടി ചേർത്തിട്ട് മതസൗഹാർദ്ദം ഉണ്ടാക്കല്ലേ. അങ്ങനെ പറയും. ഈ നീ ഡ്രസ് ഇട്ട് ഇറങ്ങിയപ്പോഴേക്ക് അറിയാം. കളിക്കല്ലേ കളിക്കല്ലേ. കളറാണ്. പിന്നെ ഇതൊന്നും പറയുന്നത് പറ്റില്ല, പൊള്ളുണ്ട്. എന്താ എന്ത് പൊള്ളുണ്ട്? എനിക്കറിയാം, പൊള്ളും. ഞാൻ സെൻസർ ബോർഡിനെ വെച്ചിട്ട് ബാക്കിയുള്ളവർ പറയുമ്പോൾ സെൻസർ ബോർഡിന് കളർ കട്ട് ഡ്രസ് മാറ്റം പറയും. അയ്യോ, ഈ ഡ്രസ് ഒന്നിട്ട് പുറത്തിറങ്ങല്ലേ, നാളെ എന്നെ കൊണ്ട് ഭാരതാമ്പേക്കും. സീനാണ്, ഭയങ്കര പ്രശ്നമാണ്. അപ്പൊ ഓക്കെ.